ഖിയാമത്ത് നാളിൽ തങ്ങളെ ഞാൻ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? അനസേ, മൂന്നാലൊരു സ്ഥലത്ത് എന്നെ അന്വേഷിച്ചോ. മൂന്നിൽ ഒരു സ്ഥലത്ത് ഞാൻ ഉണ്ടാകുമെന്നുറപ്പാണ്. ഒന്നാമതായി ഇൻദൽ മീസാൻ, തുലാസ് തൂക്കുന്നിടത്ത് ഒരാൾക്ക് എന്തെങ്കിലും പരിഹാരത്തിന് കൊടുക്കാനുണ്ടോ നോക്കിയിട്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട എന്നെ സ്നേഹിച്ച ആളുകളെ സഹായിക്കാൻ ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ടാകും. റബ്ബേ, അയാൾക്ക് കനം കുറവാണോ? ഞാൻ നോക്കും, എന്റെ മെമ്മറിയിൽ ഞാൻ മറിച്ചു നോക്കും, എന്റെ ചിന്തയിൽ ഞാൻ മറിച്ചു നോക്കും. അയാളെ അടയാളപ്പെടുത്തുന്ന വല്ല സ്വലാത്തോ വല്ല മധുഹോ വല്ല ഹുബ്ബോ വല്ല സുന്നത്തോ വല്ല ഇത്തിബാവോ മറഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തൊന്ന് പരിഹരിക്കാനാ. ഒന്നുകിൽ മീസാനിന്റെ അടുത്ത് നോക്കിക്കോ. പാവപ്പെട്ട മുഹിബ്ബീങ്ങൾ എന്തെങ്കിലൊക്കെ വൈകല്യങ്ങളും വൈജാത്യങ്ങളും സംഭവിച്ച് ഏതെങ്കിലും ഭാഗ്യവശാൽ അവര് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി നിൽക്കുമ്പോ എന്തെങ്കിലും തിന്മ കുതിച്ചു വന്ന് നരകത്തിലേക്ക് അങ്ങ് പോകാനൊക്കുമ്പോ സ്വർഗത്തിലേക്ക് അവരെ പറഞ്ഞേക്കാൻ പറ്റുമോന്ന് ഞാൻ നോക്കും. ഒരു ഹദീസിൽ കാണാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ മലക്കുകൾ പിടിച്ച് നരകത്തിലേക്ക് അങ്ങനെ കൊണ്ടുപോകുമ്പോ അർശിന്റെ ചുവട്ടിലിരിക്കുന്ന മുത്തുനബി തങ്ങൾ അടുത്ത് വന്നിട്ട് ആദം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, ഓ മുഹമ്മദ് നബിയേ, നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നുണ്ട്, അതാ മലക്കുകൾ പിടിച്ചു കൊണ്ടുപോകുന്നു. കേൾക്കുമ്പോഴേക്ക് നബി തങ്ങൾ ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നു, ഖിഫൂ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകളെ ഒന്ന് നിൽക്കൂ, ഞാനൊന്ന് നോക്കട്ടെ ആള് ആരാണെന്ന്. മലക്കുകൾ പറയുന്നു, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടതാണ് ഞങ്ങൾ ചെയ്യുന്നത്, നിൽക്കാൻ പറ്റൂല. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹനെ വിളിക്കാണ്, അല്ലാഹുവേ, ഇന്നക വഅത്തനീ അല്ലാ തുഖ്സിയനീ ഫീ ഉമ്മത്തി, നീ എന്നോട് കരാർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലാ, എന്റെ ഉമ്മത്തിൽ ഒരിക്കലും എന്നെ നിരാശപ്പെടുത്തുകയില്ലെന്ന്. മലക്കുകളോടൊന്ന് നിൽക്കാൻ ഞാൻ പറഞ്ഞല്ലോ. ഉടനെ ഓർഡർ വന്നുപോയി, ഖിഫൂ ലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മലക്കുകളെ ഒന്ന് നിന്ന് കൊടുക്കൂ, അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യൂ. അങ്ങനെ കൊണ്ടുപോകുന്ന ആളെ നബിതങ്ങളൊന്ന് വാച്ച് ചെയ്തു. വാച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ശരിയാണ്, ഇദ്ദേഹം നരകത്തിലേക്ക് പോകേണ്ട ആളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നാളെ ആഖിറത്തിലെ ഒരു ചിത്രം ഇവിടെ ഓർമ്മപ്പെടുത്തി തരികയാണ്. അവിടെ നടക്കാനുള്ളത് ഇവിടെ നോക്കി പറയുന്ന നബിയല്ലേ, അവിടെ ആദ്യം സ്വർഗത്തിൽ പോകുന്നത് ഇവിടെ പറഞ്ഞ നേതാവല്ലേ, നരകത്തിൽ നിന്ന് അവസാനം സ്വർഗത്തിൽ പോകുന്ന മെമ്പറേയും നബിതങ്ങൾ ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഒക്കെ പറഞ്ഞ നബിതങ്ങൾ ഒരു ചിത്രം പറയുകയാണ്. യാഥാർത്ഥ്യമാണ്, സങ്കല്പമല്ല. ഞാൻ ആ മനുഷ്യന്റെ നേർക്ക് നോക്കും, എനിക്കാളെ പരിചയമുണ്ട്. എന്റെ ഊരക്കെട്ടിൽ നിന്ന് ഞാനൊരു ചെറിയ ബിത്വാഖ, ഒരു കാർഡ് എടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ തട്ടിലേക്ക് ഇടും. ഹസനാത്തിന്റെ തുലാസ് കനം തൂങ്ങി വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് ആ മനുഷ്യൻ എന്നോട് ചോദിക്കുന്നു, മൻ അന്തല്ലദീ മന്നല്ലാഹു അലയ്യ ബിക മാ അഹ്സന വജ്ഹക വമാ അത്യബ റായിഹതക, ആരാണ് നിങ്ങളെ കൊണ്ട് അല്ലാഹ് എനിക്ക് വലിയ ഗുണം ചെയ്തല്ലോ, നിങ്ങളെ കാണാൻ എന്തൊരു ഭംഗിയാ, നിങ്ങളുടെ സുഗന്ധത്തിന് എന്തൊരു സൗകുമാര്യതയാ.
അപ്പനബിതങ്ങൾ പറയാണ് അനല്ലദീ ഉർസിൽതു റഹ്മത്തൽ ലിൽ ആലമീൻ വഖാതിമുൻ നബിയ്യീൻ വശഫീഉൽ മുദ്നിബീൻ. അവിടുത്തെ ശഫാഅത്തിൽ അല്ലാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവിടുത്തെ റഹ്മത്ത് കൊണ്ട് അല്ലാഹ് നമുക്ക് വിജയം നൽകട്ടെ. അവിടുത്തെ ഹുബ്ബ് കൊണ്ട് അല്ലാഹ് വലിയ സന്തോഷം തരട്ടെ. അപ്പോഴാ മനുഷ്യന് വിധി മാറ്റപ്പെടുകയാണ്. നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന ആ മനുഷ്യനെ ഓർഡർ തിരിച്ചു വന്നു, കൊണ്ടുപോകൂ നിങ്ങൾ എന്റെ അടിമയെ സ്വർഗത്തിലേക്ക്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ചതുകൊണ്ട് കിട്ടിയൊരു നേട്ടമാണ്. നിങ്ങൾ നോക്ക്, അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മീസാൻ അവിടെ തെരഞ്ഞാൽ മതി, ഞാൻ അവിടെ ഉണ്ടാകും. അല്ലെങ്കിലോ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ എന്നെ തെരയണേ അനസേ. കാരണം വിചാരണ കഴിഞ്ഞ് വേഗം ഓരോരുത്തരെയും കൊണ്ടുപോകുന്ന പാലത്തിന്റെ അടുക്കൽ അതിന്റെ തൂണും പിടിച്ച് വല്ലാതെ മുഅ്മിനീങ്ങളെ ഹുബ്ബ് വെച്ച നേതാവ്, അവരൊക്കെ ജയിക്കണമെന്നും അവരൊക്കെ സ്വർഗത്തിലെത്തണമെന്നും കൊതിച്ച നേതാവ്, പലരിലും ഈമാൻ കാണാത്തതിന്റെ പേരിൽ വ്യസനിച്ച നേതാവ്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫാ. നബിയെ, ഇത്രയും ആയത്തുകൾ ഓതിക്കൊടുത്തിട്ട്, ഇത്രയും മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തിട്ട് അവർ വിശ്വസിക്കുന്നില്ലല്ലോ എന്ന വലിയ സങ്കടം തങ്ങൾക്ക് വന്നേക്കാം നബിയേ. കാരണം അവിടുന്ന് വല്ലാത്ത റഹ്മത്തുള്ള നേതാവാണല്ലോ. അതുകൊണ്ട് ക്ഷമിക്കൂ നബിയേ. അള്ളാഹുവിന്റെ സാന്ത്വനത്തിന്റെ ഒരു വചനമാണത്, സ്നേഹത്തിന്റെ ഒരു ഭാഷയാണത്. മുത്തുനബി തങ്ങളോട് എല്ലാവരും ജയിക്കണം, നന്നാകണം, സ്വർഗത്തിലെത്തണമെന്ന് കരുതിയിട്ട് അധ്വാനിച്ച നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിറാത്തിന്റെ അടുക്കൽ തൂണും പിടിച്ചു നിന്ന് അല്ലാഹുമ്മ സല്ലിം സല്ലിം, അല്ലാഹുമ്മ സല്ലിം സല്ലിം, രക്ഷിക്ക് അല്ലാ, രക്ഷിക്ക് അല്ലാ, രക്ഷിക്ക് അല്ലാ. തങ്ങൾ പ്രാർത്ഥന നടത്തുമല്ലോ. അനസേ, ഒന്നുകിൽ അവിടെ തെരഞ്ഞോ, അല്ലെങ്കിൽ ഇന്ദൽ ഹൗദ്, ഹൗദിന്റെ അടുക്കൽ തെരഞ്ഞോ അനസേ. മൂന്നാലൊരു സ്ഥലമല്ലാതെ മറ്റൊരു സ്ഥലത്തന്നെ അന്വേഷിക്കണ്ട എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വല്ലാത്ത ഹുബ്ബ് കൊണ്ട് ചോദിച്ചതാ. ഖിദ്മത്തെടുത്ത സന്തോഷം കൊണ്ട് ചോദിച്ചതാ. ആ ഖിദ്മത്തെടുത്തിട്ട് ദുനിയാവിൽ വലിയ ഭാഗ്യം മനസ്സ് തങ്ങൾക്ക് കിട്ടിപ്പോയി.